ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബ്ലോക്ക് 5 യൂണിറ്റ് 2 ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചർ യൂണിറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രീ റിക്വസൈറ്റ്സിലും ഒരു കഥയായിട്ട് ഒരു ഉദാഹരണം പോലെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ആദ്യം മുതൽ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാകും എന്താണ് ഇത് പറയുന്നതെന്നുള്ളത്. അതായത് എന്താണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നോ ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടി പറയുന്നതാണ്. ആദ്യം തന്നെ അതിലേക്ക് പ്രീ റിക്വസൈറ്റ്സിലേക്കൊന്ന് പോവാം. ഓക്കെ, ഇവിടെ ഒരു ആയിഷയുടെ ഒരു കഥയാണ് പറയുന്നത്. ആയിഷ എന്ന ഒരു യുവ സംരംഭക ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് നടത്തുന്നുണ്ട്. ബിസിനസ് വളരുന്നതിനനുസരിച്ച് അവൾ പങ്കാളിത്ത കരാറുകൾ, GST ഫയലിങ്ങുകൾ, ബാങ്ക് രേഖകൾ എന്നിവയെല്ലാം ഇലക്ട്രോണിക് മാർഗത്തിലൂടെ ഒപ്പിടാൻ തുടങ്ങി. ഒരു ദിവസം ഒരു സപ്ലയർ ഒരു കരാറിനെ ചൊല്ലി തർക്കമുണ്ടാക്കുകയും ഡിജിറ്റൽ കരാറിന് സാധ്യതയില്ലെന്ന് വാദിക്കുകയും ചെയ്തു. എന്നാൽ അംഗീകൃത സർട്ടിഫയിങ് അതോറിറ്റി നൽകിയ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് DSC വഴി സാക്ഷ്യപ്പെടുത്തിയ രേഖ ആയിഷ ആത്മവിശ്വാസത്തോടെ ഹാജരാക്കി. IT ആക്ട് 2000 അനുസരിച്ച് ഈ രേഖയ്ക്ക് നിയമസാധ്യത ഉള്ളതിനാൽ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കപ്പെട്ടു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ ബിസിനസ് പ്രവർത്തനങ്ങളെ എങ്ങനെ മാറ്റിമറിച്ചു എന്നീ സംഭവം കാണിക്കുന്നു. കൊമേഴ്സ്, ഓൺലൈൻ ബാങ്കിങ്, ഗവേണൻസ് എന്നിവയിലെല്ലാം ഈ ടൂളുകൾ വിശ്വാസ്യതയും സുരക്ഷയും നിയമപരമായ അംഗീകാരവും നൽകുന്നു. ഇന്ത്യയുടെ വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ഭാവി ബിസിനസ് പ്രൊഫഷണലുകളെ ഈ യൂണിറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാണ് ആദ്യം തന്നെ പറഞ്ഞത്, എന്താണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറഞ്ഞത്. ഇവിടെ ആയിഷയുടെ കഥയോടുകൂടി നമുക്കൊരു ചെറിയൊരു ഐഡിയ എങ്കിലും കിട്ടി കാണും. ഇനി എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്നത്തെ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ ബിസിനസ്സുകളും സർക്കാരുകളും വ്യക്തികളും മിക്ക ഇടപാടുകളും ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. ഈ ഇടപാടുകളിൽ വിശ്വസ്തതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ അത്യാവശ്യമാണ്. ഇന്ത്യയിലെ IT ആക്ട് 2000 ഇതിനായുള്ള നിയമപരമായ ചട്ടക്കൂടുകൾ നൽകുന്നുണ്ട്. അതായത് ഇനി നമ്മൾ പറയുന്നത് സെക്യൂർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്, ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ നമ്മളൊരു ചെറിയൊരു ഉദാഹരണം പറയുന്നുണ്ട്. റിയയുടെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. ബാംഗ്ലൂരുവിലെ റിയ എന്ന സംരംഭക മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പോർട്ടൽ വഴി കമ്പനി രജിസ്ട്രേഷനായി ഓൺലൈനായി അപേക്ഷിക്കുന്നു. സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കുന്നതിന് പകരം അവൾ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും തൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒപ്പിടുകയും ചെയ്യുന്നു. മിനിറ്റുകൾക്കകം അവളുടെ കമ്പനി നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഈ ലളിതവും സുരക്ഷിതവുമായ പ്രക്രിയ IT ആക്ട് 2000 പ്രകാരം പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഡിജിറ്റൽ ഓതൻറ്റിക്കേഷൻ ബിസിനസ് പ്രക്രിയകളെ കൂടുതൽ വേഗതയുള്ളതും സുതാര്യവുമാക്കുന്നു. അതാണ് പറയുന്നത്. അതായത് നമ്മൾ ഓരോ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത് വഴി അവർ ഓൺലൈനായിട്ട് എന്ത് ചെയ്തു, അവരുടെ കമ്പനി രജിസ്റ്റർ ചെയ്തു അല്ലേ. അതിന് അവരുടെ ഒപ്പം എന്താണ് ചെയ്തത്, നമ്മളുടെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒപ്പിടുകയും ചെയ്തു. അത് നിയമസാധ്യത ഉള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒപ്പിന് അംഗീകാരമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നാൽ എന്ത് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഡോക്യുമെൻറ്റിലോ കരാറിലോ ഒപ്പിടാനുള്ള ഒരു വ്യക്തിയുടെ താല്പര്യത്തെ സൂചിപ്പിക്കുന്ന ഏതൊരു ഡിജിറ്റൽ പ്രക്രിയയും ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് വിളിക്കുന്നു. ഇത് പരമ്പരാഗത പേപ്പർ ഒപ്പുകൾക്ക് പകരമുള്ളത്. പേപ്പറിൽ നമ്മൾ ഒപ്പിടുന്നതിന് പകരമുള്ളതാണ് ഈ ഒരു ഡിജിറ്റൽ ഒപ്പ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ഇവിടെ പറയുന്ന ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇമെയിലിൻ്റെ അവസാനം നമ്മളുടെ പേരുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നത് അതൊരു ഇലക്ട്രോണിക് സിഗ്നേച്ചറാണ്. ഓൺലൈൻ ഫോമുകളിൽ I agree എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നത് അതൊരു ഇലക്ട്രോണിക് സിഗ്നേച്ചറാണ്. പിന്നെ അഡോബ് സൈൻ, ഡോക്യുസൈൻ അല്ലെങ്കിൽ മുദ്ര പോലുള്ള ടൂളുകൾ വഴി PDF ഒപ്പിടുന്നതും ഇലക്ട്രോണിക് സിഗ്നേച്ചറാണ്. ഇതെല്ലാം ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇതിൻ്റെ നിയമസാധ്യത നമുക്ക് പറയാം.
അതായത് ഇൻഫർമേഷൻ ടെക്നോളജി അമാൻഡ്മെൻറ്റ് ആക്ട് 2008 സെക്ഷൻ 2 സബ്സെക്ഷൻ TA പ്രകാരം സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചറിന് ഇന്ത്യയിൽ എന്ത് ചെയ്യുക, നിയമസാധ്യതയുണ്ട്. അതായത് നമുക്ക് കോടതിയിൽ ഒരു തെളിവായിട്ടൊക്കെ ഹാജരാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സെക്യൂർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്താണെന്നുള്ളത്. അതായത് സുരക്ഷിതമായ ഒരു ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്താണ്, എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സാധാരണ സിഗ്നേച്ചറിനേക്കാൾ സുരക്ഷിതമാണ് ഇത്. ഡോക്യുമെൻറ്റുകളിൽ കൃത്രിമം കാണിക്കുന്നത് തടയാൻ ഇതിൽ ക്രിപ്റ്റോഗ്രാഫിക് സുരക്ഷ, അതായത് ഒരു ക്രിപ്റ്റോഗ്രാഫിക് സെക്യൂരിറ്റി ഉപയോഗിക്കുന്നു. IT ആക്ട് 2000 സെക്ഷൻ 15 പ്രകാരം സുരക്ഷിതമായ ഇലക്ട്രോണിക് സിഗ്നേച്ചറിന് താഴെ പറയുന്ന ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണെന്ന് നമുക്കത് നോക്കാം. അതായത് ഒന്നാമത് പറയുന്നതാണ് അത് ഒപ്പിടുന്നയാൾക്ക് മാത്രം സവിശേഷമായതായിരിക്കണം. അതായത് 2 പേർക്ക് ഒരേ ഒപ്പ് ഉണ്ടാകരുത്. ഒരാൾക്ക് ഒരു ഒപ്പ് തന്നെ മാത്രം, ആ ഒപ്പ് തന്നെ ആയിരിക്കണം പിന്നീടും ഉണ്ടാവേണ്ടത് അല്ലേ. രണ്ടാമത് പറയുന്നത് ഒപ്പിട്ടയാളുടെ ഐഡൻറ്റിറ്റി കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കണം. മൂന്നാമത് നമ്മൾ പറയുന്നതാണ് ഒപ്പിട്ട ശേഷം രേഖയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ഉടനടി തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ലിങ്ക് ചെയ്തിരിക്കണം. നാലാമത് പറയുന്നത് എന്താണ്, ഒപ്പിടുന്നയാളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രമായിരിക്കണം ഇത് നിർമ്മിക്കേണ്ടത്. അതായത് വ്യാജമായി നിർമ്മിക്കാനായിട്ട് കഴിയരുത്. ഇനി നമ്മൾ ഈ സുരക്ഷിതമായ സെക്യൂർ ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഡോക്യുസൈൻ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS, ഇൻഫോസിസ് തുടങ്ങിയ ആഗോള ദേശീയ കമ്പനികൾ ഇത്തരം സെക്യൂർ, അതായത് ഈ സെക്യൂർ ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സ് വഴിയാണ് കരാറുകൾ ഒക്കെ ഒപ്പിടുന്നത് അല്ലേ. അതാണ് ഈ ഡോക്യുസൈനും ടാറ്റ കൺസൾട്ടൻസി സർവീസസും ഇൻഫോസിസും ഒക്കെയാണ് ഇതിന് ഒരു ഉദാഹരണം. എന്തിന്, സെക്യൂർ ആയിട്ടുള്ള ഇലക്ട്രോണിക് സിഗ്നേച്ചേഴ്സിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് എന്താണ്, സെക്യൂർ ഇലക്ട്രോണിക് റെക്കോർഡ്സ് കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതാണ് ഇനി പറയാൻ പോകുന്നത്. സെക്ഷൻ 2T പ്രകാരം ഇലക്ട്രോണിക് രൂപത്തിൽ നിർമ്മിക്കപ്പെടുകയോ സൂക്ഷിക്കുകയോ അയക്കുകയോ ചെയ്യുന്ന ഏതൊരു വിവരവും ഡോക്യുമെൻ്റാണ്. ഇലക്ട്രോണിക് റെക്കോർഡ്, ഉദാഹരണത്തിന് ഇമെയിലുകൾ, ഇൻവോയ്സുകൾ, ഡിജിറ്റൽ കരാറുകൾ, ഇവയൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണ്. നമ്മൾ പറയുന്നു, അതായത് ഈ സെക്ഷൻ 2 സബ്സെക്ഷൻ T അതും പ്രകാരം ഇലക്ട്രോണിക് രൂപത്തിൽ നിർമ്മിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ സൂക്ഷിക്കുകയോ അയക്കുകയോ ചെയ്യുന്ന ഏതൊരു വിവരവും ഡോക്യുമെൻ്റാണ്, ഇലക്ട്രോണിക് റെക്കോർഡിൽ പെടുന്നതാണ്. നമ്മൾ അയക്കുന്ന ഇമെയിലുകളും ഇൻവോയ്സുകളും ഡിജിറ്റൽ കരാറുകളും ഒക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡിജിറ്റൽ സിഗ്നേച്ചർ അതായത് DSC ഉപയോഗിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ് സുരക്ഷിതമാകുന്നു. സുരക്ഷിതമായ ഈ ഇലക്ട്രോണിക് റെക്കോർഡുകൾക്ക് 3 അടിസ്ഥാന തത്വങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്താണ്, ഒന്നാമത് ഇൻറ്റഗ്രിറ്റിയാണ്, ഒരു അഖണ്ഡത, ഒപ്പിട്ട നിമിഷം മുതൽ ഡേറ്റയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നു. എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഡിജിറ്റൽ ഒപ്പ് അസാധുവാകും. രണ്ടാമത് പറയുന്നതോ കോൺഫിഡൻഷ്യലി, ഭയങ്കര രഹസ്യാത്മക സ്വഭാവമാണ്. അതായത് പാസ്വേഡുകൾ, എൻക്രിപ്ഷൻ കോഡ് എന്നിവയിലൂടെ അനധികൃതമായ വ്യക്തികൾ വിവരങ്ങൾ കാണുന്നത് തടയാൻ കഴിയുന്നു. മൂന്നാമത് പറയുന്നതാണ് നോൺ റെപ്യൂഡിയേഷൻ, നിഷേധിക്കാനാവാത്ത അവസ്ഥയാണ്. എന്താണ്, ഒപ്പിട്ട വ്യക്തിക്ക് പിന്നീട് ഞാനിത് ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒപ്പിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ഇവയൊക്കെയാണ് ഒരു സെക്യൂറിൻ്റെ ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഭയങ്കര സുരക്ഷിതമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കേസ് സ്റ്റഡിയെക്കുറിച്ചാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫയലിങ്ങിൻ്റെ ഒരു കേസ് സ്റ്റഡിയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിന് ITRS സമർപ്പിക്കുന്നതിന് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ DSC നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണെന്ന് നോക്കാം. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നത് ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഒരു ഇലക്ട്രോണിക് കീ ആണ്. ഒരു നികുതിദായകൻ ഓൺലൈനായി ITR ഫയൽ ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ DSC ഉപയോഗിച്ച് ഒപ്പിടുന്നു.
ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിച്ച് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒപ്പിടുന്നു. ഇതുവഴി താഴെ പറയുന്നവയാണ് ഉറപ്പിക്കാനാവുന്നത്. അതായത് ഒന്നാമത് പറഞ്ഞത് വിവരങ്ങൾ വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്നാണ്, ഒരു ഓതൻസിറ്റി ഉണ്ട്. ഒപ്പിട്ട ശേഷം വിവരങ്ങളിൽ മാറ്റം വന്നിട്ടില്ല, ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ട്. സമർപ്പിച്ച ശേഷം നികുതിദായകന് അത് നിഷേധിക്കാൻ കഴിയില്ല, നോൺ റെപ്യൂട്ടേഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകളാണ്. ഓക്കെ, ഇനി ആരൊക്കെയാണ് DSC നിർബന്ധമായും ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഇൻകം ടാക്സ് ടൂൾസ് 1962 പ്രകാരം താഴെ പറയുന്നവർ ഇലക്ട്രോണിക് ഫയലിങ്ങിന് DSC ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചിരിക്കണം. ആരൊക്കെയാണ്? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികൾ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകൾ, ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 44A(b) പ്രകാരം ഓഡിറ്റിങ്ങിന് വിധേയരായ വ്യക്തികളും പ്രൊഫഷണലുകളും, വലിയ തുകകളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന മറ്റ് സംഘടനകൾ ഓർ വ്യക്തികൾ, ഇവരൊക്കെ എന്ത് ചെയ്യണം? ഈ DSC സർട്ടിഫിക്കറ്റ്സ് ഉപയോഗിച്ചിരിക്കണം. ഇലക്ട്രോണിക് ഫയലിങ്ങിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്, സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കേണ്ട ആളുകളെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നാണ് പറയുന്നത്. ഇവയുടെ ബെനിഫിറ്റ്സ് ആൻഡ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന്, അതായത് ഉയർന്ന സുരക്ഷയാണ് നൽകുന്നത്, വേഗത്തിലുള്ള പ്രോസസ്സിങ് സാധ്യമാക്കുന്നുണ്ട്, അതുപോലെ തന്നെ പേപ്പർ രേഖകൾ പോലെ തന്നെ നിയമസാധ്യത ഇതിനുമുണ്ട്. പിന്നെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നു, അതായത് വ്യാജ ഫയലിങ്ങുകൾ തടയുന്നു. പിന്നെ പേപ്പർ രഹിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു ഭരണമാണ്, അതായത് ഇക്കോ ഫ്രണ്ട്ലി ഗവേണൻസ് സാധ്യമാക്കുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോണ റെഗുലേഷൻ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ് CASനെ കുറിച്ചിട്ടാണ്. ഇനി അതിനൊരു ഉദാഹരണത്തോടു കൂടി നെക്സ്റ്റ് പറയുകയാണ്. മുംബൈയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ രാഹുൽ MCA പോർട്ടലിൽ തൻ്റെ ക്ലയൻറ്റിൻ്റെ വാർഷിക റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നു. ഇതിനായി സർക്കാർ അംഗീകൃത സ്ഥാപനമായ മുദ്ര നൽകിയ DSC അദ്ദേഹം ഉപയോഗിക്കുന്നു. ഈ സംവിധാനത്തിന് പിന്നിൽ ശക്തമായ ഒരു നിയമ ചട്ടക്കൂടുണ്ട്. ആരാണ് സർട്ടിഫയിങ് അതോറിറ്റികൾ? CAS ആരാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഹു ആർ സർട്ടിഫയിങ് അതോറിറ്റീസ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലുള്ള കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ് CCA അംഗീകാരം നൽകിയിട്ടുള്ള മൂന്നാം കക്ഷി സംഘടനകളാണ് സർട്ടിഫയിങ് അതോറിറ്റികൾ. ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റുകൾ നൽകുക, നിയന്ത്രിക്കുക, റദ്ദാക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ചുമതല. ലളിതമായി പറഞ്ഞാൽ ഇവർ ഡിജിറ്റൽ ലോകത്തെ ഒരു ഡിജിറ്റൽ നോട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ CCAയുടെ, അതായത് കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, ഒരു മൂന്നാം കക്ഷി സംഘടനകളാണ് സർട്ടിഫയിങ് അതോറിറ്റികൾ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കീഴിലുള്ള കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ്, അവരുടെ മൂന്നാം കക്ഷി സംഘടനകളാണ് എന്ത്? CAS എന്ന് പറയുന്നത്. ഈ CASൻ്റെ എന്താണ് പ്രവർത്തനം? ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, നൽകുക, നിയന്ത്രിക്കുക, റദ്ദാക്കുക, ഇവയാണ് ഇവരുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് റെഗുലേഷൻ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ് അണ്ടർ ദ IT ആക്ട് 2000 ആണ്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം. ഇപ്പം തന്നെ വീഡിയോ വളരെ ലോങ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം.